ത്രിയേക ദൈവത്തിനെ സ്തുതി. കർത്താവിൽ പ്രിയരെ, നമ്മളെല്ലാവരും ആഴ്ചയിലെ തിങ്കളാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. നോമ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നോമ്പാൽ ശത്രുവായ ദുഷ്ടനെ ജയിക്കാമെന്ന് നമ്മുടെ കർത്താവ് നോമ്പ് നോറ്റ് നമ്മളെ പഠിപ്പിച്ചതായിട്ട് കാണാം. അതുപോലെ തന്നെ നോമ്പിനാലും പ്രാർത്ഥനയാലും നിനവ രക്ഷ പ്രാപിച്ചു. നോമ്പും പ്രാർത്ഥനയാലും ജാഗ്രത പുലർത്തുന്ന വലിയൊരു ഭാഗ്യാവസ്ഥ നമുക്ക് ലഭിക്കുന്നു. ഏലിയായുടെ നോമ്പിനാൽ അവൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടു. ഉയരങ്ങളിൽ നിന്ന് അഗ്നി ഇറങ്ങി അവൻ്റെ കാഴ്ചയെ കൈക്കൊണ്ടു. മോശ നോമ്പിനാൽ സീനാമലയിൽ ചെന്ന് കൽപ്പലകൾ വാങ്ങുകയും ജനങ്ങൾക്ക് നൽകുകയും ചെയ്തു. ഈ നോമ്പ് എല്ലാം നൽകുന്ന ഏറ്റവും വലിയ ഒരു സവിശേഷമായ ഒരു ആയുധം, ഈ ലോകത്തെ ജയിച്ച് സാത്താനെ തോൽപ്പിച്ച് കർത്താവിൻ്റെ ഒപ്പം ഈ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള മാർഗനിർദ്ദേശവും വലിയ ഒരു ഭാഗ്യാവസ്ഥ നൽകുന്നുണ്ട്. അപ്പോൾ നോമ്പ് എന്ന് പറയുന്നത് വലിയൊരു ആത്മീയമായ ആയുധമാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ പ്രാർത്ഥനയും നോമ്പും വളരെ ആവശ്യമാണ്. ആത്മാവും ശരീരവും ഒരുമിച്ച് നോമ്പ് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശരീരം ഭക്ഷണത്തെ വെടിയുമ്പോൾ ആത്മാവ് തിന്മകളെയും വെടിഞ്ഞ് ഉപവസിക്കേണ്ടതാകുന്നു. ആത്മാവ് ദുർവിചാരങ്ങളിൽ നിന്ന് തടയപ്പെടുന്നില്ല എങ്കിൽ ഭക്ഷണം വെടിഞ്ഞുള്ള നോമ്പ് വ്യർത്ഥമാകുന്നു. അപ്പോൾ നമ്മൾ നോമ്പ് എടുക്കുന്നത് എപ്രകാരമാണെന്ന് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഭക്ഷണം വെടിയുക മാത്രമല്ല, നമ്മുടെ ആത്മാവ് ദുർവിചാരങ്ങളിൽ നിന്ന് മാറി നിന്ന് ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്നത് കൂടിയാണ് നോമ്പിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. രണ്ട് ജനസമൂഹങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന് അവസരവാദികളായ ക്രിസ്തീയ സമൂഹവും വിശ്വാസികളായ മരണം വരെയും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന വിശ്വാസീയ സമൂഹമാണുള്ളത്. നമ്മളെല്ലാവരും ഓശാന ശുശ്രൂഷയിലും വിശുദ്ധ കുർബാനയിലെല്ലാം പങ്കുചേർന്നവരാണ്. നമുക്കവിടെ കാണുന്ന ഒരു ഭാഗ്യാവസ്ഥ, അവിടെ ജനം മുഴുവൻ ദാവീദ് പുത്രൻ ഓശാന, കർത്താവിൻ്റെ തിരുനാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഓശാന ആർത്തു വിളിച്ച് നഗരം മുഴുവനും ഇളകിയ ഒരു ഓശാന പെരുന്നാളാണ് കാണുവാൻ കഴിയുന്നത്. ആ നഗരം മുഴുവൻ ഇളകി മറിഞ്ഞു യേശു ക്രിസ്തുവിനെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് ആ യാത്ര യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു പോവുകയും യെരുശലേം ദേവാലയത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കച്ചവടം ചെയ്യുന്നവരെ യേശു ക്രിസ്തു പുറത്താക്കുന്ന അതിനെ പറയുന്നതുകൊണ്ട് ഇത് കള്ളന്മാരുടെ ഗുഹയല്ല, ഇത് ദൈവത്തിനെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഈ ഓശാന പെരുന്നാളിൽ നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ പല കച്ചവടങ്ങളും പല ദുർവിചാരങ്ങളും അസൂയയും കോപമാകുന്ന പലവിധമായ കച്ചവടത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് അതിനെ കളഞ്ഞ് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തെ ആരാധിക്കുന്ന നന്മയുള്ള ശുദ്ധമുള്ള ഒരു നോമ്പിൻ്റെ അനുഭവത്തോടെ കടന്നു പോകുമ്പോൾ എൻ്റെ ഹൃദയം ഒരു പ്രാർത്ഥന ആലയമായി തീർക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഹോശാന പെരുന്നാളിൽ യേശുക്രിസ്തു നമ്മോട് പറയുന്നു. ഈ ആഴ്ചയുടെ തിങ്കളാഴ്ചയിൽ നമ്മളായിരിക്കുമ്പോൾ രണ്ട് ജനസമൂഹത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് അവസരവാദികളായ ജനസമൂഹം, ഒന്ന് വിശ്വാസികളായ ജനസമൂഹം. അതെന്തുകൊണ്ട് പറയുവാൻ കാരണമെന്ന് വെച്ചാൽ, ഈ യേശുക്രിസ്തുവിൻ്റെ ഈ കഷ്ടാനുഭവത്തിൻ്റെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശുക്രിസ്തു അധികമായി വേദനിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ, ആ പിലാത്തോസിൻ്റെ മുന്നിൽ ജനം മുഴുവൻ ഉറക്കെ വിളിച്ച് പറയുകയാണ്, യേശുക്രിസ്തുവിനെ ക്രൂശിക്കുക, ബറാബാസിനെ വിട്ടുകൊടുക്കുവാനുമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഈ ഓശാന പെരുന്നാളിൽ ഈ നഗരം മുഴുവൻ ഇളകിയ ജനസമൂഹം, അവനെ രാജാവായി വാഴ്ത്തിപ്പാടിയ ജനം ഇപ്പോൾ അവസരവാദികളായിട്ട് അവനെ ക്രൂശിക്കുക എന്ന് അട്ടഹസിക്കുന്ന ഏറ്റവും കഷ്ടതയുടെ ഒരു അനുഭവം, ഹൃദയം കൊണ്ട് തകർന്നു നിൽക്കുന്ന ഒരു ക്രിസ്തുവിനെ കാണാൻ കഴിയും. നമ്മളെല്ലാവരും ഈ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിനെ പിന്തുടരുന്നവരാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ അവസരവാദികളായിട്ട് യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് വരാതെയും നമ്മളെ ഇഷ്ടത്തിന് ജീവിക്കുന്ന
ഒരു അനുഭവമുണ്ട്. നമ്മൾ രോഗം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ യേശുവിൻ്റെ അടുത്ത് ഓടി വരികയും നമുക്ക് സൗഖ്യവും സമാധാനം വരുമ്പോൾ പള്ളിയിലേക്ക് വരാൻ സമയമില്ലാതെ പോകുന്നതും അവസരവാദികളായ വിശ്വാസികളാണെന്ന് നമ്മോട് ഈ ഭാഗം പറയുന്നുണ്ട്. അതുകൊണ്ട് കള്ളനെ ചേർത്ത് പിടിക്കുന്ന ഒരു അവസരവാദിയായ ജനസമൂഹം, പലരൊക്കെയും ബിസിനസ് മെച്ചപ്പെടുവാൻ വേണ്ടി, നമ്മുടെ സഹോദരൻ നന്നാവുമ്പോൾ അവനെ നശിപ്പിക്കുവാൻ വേണ്ടി, അയൽപ്പക്കത്തെ നശിപ്പിക്കാൻ വേണ്ടി പല ആഭിചാര ക്രിയകൾക്കും ചില സേവകൾക്കൊക്കെയും പോകുന്നതായിട്ട് കാണാൻ കഴിയും. അത് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കടന്നു പോകുന്നവരെ ഒരിക്കലും വിശ്വാസി എന്നല്ല പറയുക, അവൻ അവസരവാദിയായ വിശ്വാസി എന്നാണ് പറയാനുള്ളത്. അത് കപട വിശ്വാസിയാണ്. അതുകൊണ്ട് ഈ കഷ്ടാനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. ഞാൻ നിത്യതയിലുള്ള ദൈവത്തിൻ്റെയോടൊപ്പം യാത്ര ചെയ്യുന്ന സത്യവിശ്വാസിയാണോ, അവസരവാദിയായ വിശ്വാസിയാണോ? എനിക്ക് സമയമുള്ളപ്പോൾ, എനിക്ക് സൗകര്യമുള്ളപ്പോൾ പള്ളിയിൽ വന്ന് ദൈവത്തെ ആരാധിക്കുന്നതല്ല ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. എൻ്റെ ഏത് സാഹചര്യത്തിലും ഞാൻ ദൈവത്തിന് വേണ്ടി കൂടെ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ദാനിയേൽ പറയുന്നു, എനിക്ക് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ആ 3 പൈതങ്ങൾ പറയുന്നു, ഈ അഗ്നിയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഏത് പ്രതിസന്ധിയുടെ മധ്യയിലും എന്നെ രക്ഷിക്കുന്ന ദൈവമുണ്ട് എന്ന് പറയുന്ന മരണത്തെ പോലും പൂജിക്കുവാനും അതിനൊപ്പം വരിക്കുവാനും ആഗ്രഹിക്കുന്ന വിശ്വാസികളെയാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്നത്. അല്ലാത്തവരെല്ലാം അവസരവാദികളായ കപട വിശ്വാസികളാണ്. ഈ കഷ്ടാനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഏത് വിശ്വാസ സമൂഹത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്ന അവസരവാദികളല്ലാതെ ക്രിസ്തുവിനോടൊപ്പം ആ കാൽവർ ക്രൂസിൻ്റെ മരണത്തിനോടൊപ്പം യാത്ര ചെയ്ത് അതിൻ്റെ ദൈവത്തെ നിത്യജീവനിലേക്ക് രക്ഷകനായി സ്വീകരിക്കുന്നവർക്ക് മാത്രമാണ് ഈ കഷ്ടാനുഭവിച്ച അനുഗ്രഹമായി തീരുന്നത്. കഷ്ടതയുടെ ഏത് അവസ്ഥയിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയായിരിക്കും. കാരണം എത്രത്തോളം തകർക്കപ്പെട്ട ഒരു മനസ്സില്ല. കാരണം എല്ലാവർക്കും സൗഖ്യവും സമാധാനവും ഭക്ഷണവും എല്ലാം ക്രമീകരിച്ചു കൊടുത്ത ആ ജനസമൂഹം പിന്നെ പറയുന്നത് അവനെ ക്രൂശിക്കുക എന്നാണ്. ഈ ശരീരത്തിൽ ആണികൾ അടിക്കണേക്കാൾ, തലയിൽ മുള്ളിൻ്റെ കിരീടം വയ്ക്കണേക്കാൾ വേദനയാർന്നു ഹൃദയത്തിൽ യേശു ഏറ്റെടുത്ത ഈ വേദന. ക്രൂശിക്കുക എന്ന് ആക്രോശിക്കുന്ന ജനസമൂഹം തൻ്റെ കൂടെ നിന്നവർ തന്നെ ഒറ്റയപ്പോൾ കൂടെ നിന്നുള്ളവർ ഓടിപ്പോയപ്പോൾ ഉണ്ടാകുന്ന വേദനയാണ് കഠിനമായ വേദന. നമ്മുടെ ഹൃദയത്തിൻ്റെ ഏത് വേദനയിലും എൻ്റെ കർത്താവ് ആ വേദനയേക്കാൾ ശക്തമായ വേദനയിലൂടെ കടന്നുപോയാണ്. മാനസികമായും ശാരീരികമായും വേദനയോടെ കടന്നുപോയ കർത്താവ് നമ്മുടെ വേദനകൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുവാൻ ശക്തനാണെന്ന് ഈ കഷ്ടാനുഭവിച്ച നമ്മളെ ധ്യാനിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്നും കൂടി ഒരുക്കാം. നമുക്കറിയാം, മഹാത്മാഗാന്ധിയുടെ ജീവിതത്തെ അറിയാം. ഈ ഇന്ത്യക്ക് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുന്നിൽ നിന്ന മനുഷ്യൻ. പക്ഷേ ആ ജനങ്ങളാൽ തന്നെ അത് മരിക്കപ്പെടുന്നു എന്നത് വേദനകരമായ അനുഭവമാണ്. അതുകൊണ്ട് ഈ നോമ്പും ഉപവാസം നമ്മളെ വിശുദ്ധിയിലേക്കും ഈ കഷ്ടാനുഭവിച്ച് നമ്മുടെ കഷ്ടത്തേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ടി കഷ്ടതയേറ്റ ക്രിസ്തുവിനോടൊപ്പം പങ്കുചേരുവാനും ഏത് അവസ്ഥയിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. അഗ്നിയിൽ 4-മനായി ആ പൈതങ്ങളൊപ്പം ഇറങ്ങിയ പോലെ ഏത് കഷ്ടതയിലും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഇറങ്ങി എന്നെ രക്ഷിക്കുമെന്ന വിശ്വാസ പ്രഖ്യാപനം നമുക്ക് ആവശ്യമുണ്ട്. അല്ലാതെ അവസരങ്ങൾ വരുന്നതനുസരിച്ച് മാറ്റിപ്പറയുന്നവനല്ല. ഓശാന പറഞ്ഞ് നമ്മളെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നവർ നമ്മൾ മാറുമ്പോൾ നമ്മൾ കുറ്റം പറയുന്നവരല്ല നമുക്ക് ആവശ്യം. അവരൊരിക്കലും ക്രിസ്ത്യാനികളല്ല. നമ്മളെല്ലാവരെയും വാഴ്ത്തിപ്പാടി അവർ മാറിപ്പോകുമ്പോൾ കുറ്റം പറഞ്ഞ് അസൂയ പറയുന്നവരെ പോലെയല്ല നമുക്ക് വേണ്ടത്. എൻ്റെ കർത്താവിൻ്റെ ഒപ്പം ഓശാന പാടി മരണം വരെയും കാൽവർ ക്രൂസിൻ്റെ വേദനയുടെ മധ്യയും കർത്താവിനെ സ്തുതിച്ച് പാടുവാൻ കഴിയുന്നവരായിരിക്കണം. നമ്മൾ കിടക്കുന്ന രോഗാവസ്ഥയാണെങ്കിലും സാമ്പത്തിക തകർച്ചയാണെങ്കിലും ഏത് പ്രതിസന്ധിയുടെ മധ്യയിലും ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുവാൻ, ഏത് കഷ്ടയുടെ മധ്യത്തിലും എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കുമെന്ന ഇയ്യോബിൻ്റെ പ്രഖ്യാപനം പോലെ ഈ നോമ്പും പ്രാർത്ഥനയും നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ആത്മാവിനെയും വിശദീകരിച്ച് സ്വർഗീയ ജീവിത അനുഭവത്തിലേക്ക് യാത്ര നയിക്കുവാൻ ഇടയാക്കട്ടെ. നമ്മളെല്ലാവരും വിശദീകരിക്കട്ടെ. ഈ കാലഘട്ടം നമ്മൾ തന്നെ ദൈവകരം സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.